ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ കുഴിമന്തി റൈസാണ്. ചിക്കൻ ഒന്നും ചേർക്കാതെ റൈസ് മാത്രമായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുഴിമന്തി റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമേ ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ് ഇതിന് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ ഡാൽഡയാണ് ചേർക്കേണ്ടത്. നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കായും ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 ബേ ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് ട്രാൻസ്പെറന്റ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലിലോ ഡാൽഡയിലോ ഉണ്ടാക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകില്ല. വേണമെങ്കിൽ നെയ്യും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സവോളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 3-4 പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചുവ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം അറബിക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ അറബിക് ഗരം മസാല ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്നു വരണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞല്ല ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വേകാനായിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും ആ മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസ് ആണ്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കുതിർത്തി വെച്ചിരുന്നതാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ അരിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയെല്ലാം ഇതുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കാരണം ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആദ്യമേ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ്
ഇതുപോലെ അടച്ചു വെക്കണം. നമ്മുടെ ടേസ്റ്റിയായ കുഴിമന്തി റെഡിയായി. കുഴിമന്തി റൈസിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-3 ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ സ്മോക്ക് ടേസ്റ്റ് ഈ റൈസിലെല്ലാം കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ കുഴിമന്തി റൈസ് റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.